നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം 2026 മാർച്ച് 22 മുതൽ 28 വരെയുള്ള ആഴ്ചയിലെ ലോട്ടറി ഭാഗ്യ നമ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ ലോട്ടറി ഭാഗ്യ നമ്പർ ഇടുന്നുണ്ട്. പലരും എന്നെ വിളിക്കാറുണ്ട്, ലോട്ടറി അടിച്ച കാര്യം പറയാറുമുണ്ട്. എറണാകുളത്ത് നിന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാള് അയാൾക്ക് നല്ലൊരു തുക അടിച്ച്, എത്രയാണെന്ന് എന്നോട് പറഞ്ഞില്ല. അയാളൊരു തോമസ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ മുഴുവൻ പേര് പറയാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും അദ്ദേഹം എനിക്ക് നമ്പർ അടിച്ച് പറഞ്ഞതിന്റെ പേരിൽ 1000 രൂപ എനിക്ക് അക്കൗണ്ടിൽ അയച്ചു തന്നു. 1000 രൂപ. ഈ ഗ്രഹങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ നിങ്ങളോട് നുണ പറയണല്ല, ഇത് സത്യമായുള്ള കാര്യമാണ്. 1000 രൂപയാണ് എനിക്ക് അയച്ചു തന്നത്. അതേപോലെ തന്നെ എടപ്പള്ളിയിൽ ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് 5000 രൂപ അടിച്ച കാര്യം എന്നോട് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പലരും ലോട്ടറി അടിച്ച കാര്യം എന്നെ വിളിച്ച് പറയാറുണ്ട്. ചിലവർ പറയാറുമില്ല, ചിലവർക്ക് ചിലപ്പോൾ കിട്ടാറുമില്ല. അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള നമ്പറാണ് ഞാനിപ്പോ ഓരോ ആഴ്ചയിലും പറയുന്നത്. അപ്പൊ ഗ്രഹം എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ ഗ്രഹം വേഴമാണ്. ആ വേഴം ഇപ്പോൾ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. അപ്പൊ മിഥുനൻ രാശിയുടെ 10 കർമ്മഭാഗത്ത് മീനൻ രാശിയിൽ ശുക്രൻ നിൽപ്പുണ്ട്. ശുക്രൻ ആരാണ്? ശുക്രൻ ഈ ഐശ്വര്യത്തിന്റെ ഗ്രഹമാണ്, ഐശ്വര്യദായകനാണ്. അപ്പോ ഈ വേഴവും ശുക്രനും എന്റെയും കൂടി ആനുകൂല്യം, അവരുടെയും കൂടി നമ്പർ, പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെയും കൂടി നമ്പർ, എല്ലാ ഗ്രഹങ്ങളുടെയും കൂടി ഒന്നിച്ച് പറഞ്ഞ വീഡിയോ വലുതായി പോകും. അതുകൊണ്ട് വളരെ ചുരുക്കി പറയണം. അപ്പൊ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ ആഴ്ചയിലെ നിൽപ്പനുസരിച്ചുള്ള കണക്കുകൂട്ടൽ അനുസരിച്ചുള്ള അവരുടെ ഭാഗ്യ നമ്പർ അനുസരിച്ചുള്ള ഒരു നമ്പറുകളാണ്, ഒരു ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ലോട്ടറി എന്നുള്ള ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ജാതക സമയവും കൂടി അവന് ഒത്തു വന്നാൽ, അതായത് അവന് ജാതകത്തിൽ ഇപ്പൊ നല്ല ദശാ സമയവും നല്ല അപഹാര സമയവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ നമ്പറും കൂടി ഒത്തു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ലോട്ടറി കിട്ടിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ ചിലവർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ പറയണമെന്ന്. അവർ പറഞ്ഞത് ശരിയാണ്, ഓരോ നക്ഷത്രക്കാർക്കും ഭാഗ്യ നമ്പർ ഉണ്ട്. ഓരോ നക്ഷത്രക്കാർക്ക് ഇപ്പൊ അശ്വതി മുതൽ 27 നക്ഷത്രം, അതായത് രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഭാഗ്യ നമ്പർ ഉണ്ട്. അത് ഞാനിവിടെ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അക്കങ്ങളുടെ നമ്പർ പറയാം കേട്ടോ. അപ്പോ ആദ്യം ഈ നമ്പർ ആദ്യം പറയാം. അപ്പൊ അതിക്കുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം. അതായത് സഭ്യമായ ന്യായമായ എന്ത് കമന്റും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കാരണം ചില ആൾക്കാർ ഇങ്ങനെ ഇത് ആവശ്യമുള്ളവർ കണ്ടാൽ മതി, കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. പക്ഷെ എന്നാലും ചില ആൾക്കാർ കയറി ഇത് കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. നെഗറ്റീവ് കമന്റ് എന്ത് കാര്യത്തിലും ഇടും, കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ നെഗറ്റീവ് കമന്റ് തന്നെ ഒരു മര്യാദ വിലയത്തിലുള്ള കമന്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്കത് സഹിക്കാം. അല്ലാത്ത ചില നമ്പർ ഇടുന്ന ചില ആൾക്കാരുണ്ട്, അവരോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്കൊക്കെ ഇത് സ്ഥിരം പതിവായി മാറിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി കണ്ട ഉടനെ തന്നെ അതിന് കയറി ഒരു നെഗറ്റീവ് കമന്റ് ഇടാന്ന്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിരം ഉള്ള ചില ആൾക്കാരുണ്ട്, അവർക്ക് അത് ഇട്ടാല ഉറക്കം വരും. അങ്ങനെയുള്ളവരങ്ങനെ ചെയ്യട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് എല്ലാവരുടെയും പേരിൽ നമുക്ക് സൈബർ സെക്ഷനിൽ നമുക്ക് പരാതി കൊടുക്കാം. യൂട്യൂബ് പ്രകാരം നമ്മളെ
വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതെന്നും പറഞ്ഞ് വേണമെങ്കിൽ പരാതിയെ കൊടുക്കാം. പക്ഷെ നമ്മ എല്ലാ ആഴ്ചയിലും 100 ഇങ്ങനെ ഓരോ കമന്റുകൾ വരുമ്പോൾ അവർക്കൊക്കെ നമ്മ പരാതി കൊടുക്കാൻ നിന്ന അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ചെയ്യണത് ശരിയല്ല. ശരിയല്ലെന്നല്ല, ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കതിന് സമയമില്ല അതിന്റെ പുറകെ പോകാൻ. അതുകൊണ്ടാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവൻ അങ്ങനെ അതിട്ട് ആസ്വദിക്കട്ടെ, അല്ലാതെ എന്ത് പറയാം. അപ്പൊ പലരുടെ ആവശ്യമാണ്, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ പറയാം. അത് ഈ ആഴ്ചയിലെ നമ്പർ അല്ല കേട്ടാ, അവരുടെ ആ നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പർ, അതാണ് ഞാനിപ്പോ ഇവിടെ ആദ്യം പറയുന്നത്. അപ്പൊ അശ്വതി മുതൽ രേവതി വരെയുള്ള ഭാഗ്യ നമ്പർ, ഓരോ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. അത് നിങ്ങൾ ഒന്നിപ്പോ എഴുതി വെച്ചാൽ അത് നല്ലതാണ്. കാരണം അത് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പൊ അശ്വതി നക്ഷത്രക്കാരുടെ നമ്പർ 2 ഭാഗ്യ നമ്പർ ഉണ്ട് അവർക്ക്. ഒന്ന് 7, ഒന്ന് 9. അശ്വതി നക്ഷത്രക്കാരുടെ 7, 9. ഭരണി നക്ഷത്രം 9. കാർത്തിക നക്ഷത്രം 1. രോഹിണി നക്ഷത്രം 2. മകീരം നക്ഷത്രം 9. മകീരം 9. തിരുവാതിര 4. പുണർദം 3. പൂയം 8. ആയില്യം 5. മകം 7. പൂരം 6. ഉത്രം 1. അത്തം 2. ചിത്തിര 9. ചോതി 4. വിശാഖം 3. അനിഴം 8. തൃക്കേട്ട 5. മൂലം 7. പൂരാടം 6. ഉത്രാടം 1. തിരുവോണം 2. അവിട്ടം 9. ചതയം 4. പൂരുരുട്ടാതി 3. ഉത്രട്ടാതി 8. രേവതി 5. അങ്ങനെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പറാണ്. അത് ഈ ആഴ്ചയിലെ നമ്പർ അല്ലട്ടാ, നിങ്ങളുടെ സ്ഥിരമായ ഭാഗ്യ നമ്പറാണ് ഞാൻ ഇവിടെ കുറിച്ചിട്ടുള്ളത്. ഇത് ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള ഓരോ നക്ഷത്രങ്ങളുടെയും ഭാഗ്യ നമ്പറാണ്. ഇനി നമുക്ക് അടുത്ത നമ്പറുകളിലേക്ക് നോക്കാം. അപ്പൊ പലരും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടത് 4 അക്ക നമ്പറാണ്. അപ്പൊ ചിലവരുടെ പ്രകാരമാണ് 4 അക്ക നമ്പർ ഇട്ടത്. അപ്പൊ ചിലവർക്ക് പറയണ 1 അക്ക നമ്പറും വേണം, 2 അക്ക നമ്പറും വേണം, 3 അക്ക നമ്പറും വേണം, 4 അക്ക നമ്പറും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഈ വീഡിയോയിൽ ഞാൻ അത് പറയുന്നുണ്ട്. 1 അക്കം 2 അക്കം, അതായത് ഈ ആഴ്ചയിൽ ഭാഗ്യം കിട്ടുന്ന 1 അക്ക നമ്പറാണ്, അല്ലാതെ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ 1 അക്ക നമ്പർ അല്ല. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ ഈ നമ്പർ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും ഇത് കാണണം. ഇടയ്ക്ക് വെച്ച് തള്ളി പോകരുത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോ നമ്പർ എടുക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നമ്പർ ഇടണം. നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി വേണം നമ്പർ എടുക്കാൻ. അതായത് ഈ നമ്പർ എടുത്താൽ എനിക്ക് അടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം, അല്ലാതെ അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്നുള്ള ഒരു നിരുത്സാഹപരമായ ഒരു ചിന്തയോടുകൂടി ഒരു ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അത് നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയോടുകൂടിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് അടിച്ചില്ല എന്ന് വരും. ഒരു ആത്മസംതൃപ്തിയോടുകൂടി ഈ ടിക്കറ്റ് എനിക്ക് അടിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ടിക്കറ്റ് എടുത്താൽ തീർച്ചയായിട്ടും അവിടെ ദൈവാധീനം ഉണ്ടാവും. അത് നമ്മളെ തുണക്കുകയും ചെയ്യും. അതുകൂടാതെ ദൈവാധീനം കിട്ടാൻ വേറെ ചില കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്പറിലേക്ക് വരാം. അതായത് ഓരോ ദശക്കാരും ഉണ്ടാവും. അതായത് നമുക്ക് 9 ദശയുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ ദശ ഉണ്ടാവും. മനസ്സിലായ? അതായത് ഒന്ന് ശനിദശ, ബുധദശ, സൂര്യദശ, ചൊവ്വാദശ, വേഴദശ, രാഹുദശ, കേതുർദശ, ചന്ദ്രദശ, ശുക്രദശ, ഇങ്ങനെ 9 ദശകളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓരോ ദശയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കേണ്ട ചില ദൈവങ്ങളുണ്ട്. അവരെയും കൂടി മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്.
അപ്പൊ അത് ശനിദശയുള്ളവര് എന്താ ചെയ്യേണ്ടത്? ശാസ്താവിനെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കണം. ബുധദശയുള്ളവര് കൃഷ്ണനെ പ്രാർത്ഥിക്കണം, ബുധദശക്കാരാണെങ്കിൽ. സൂര്യദശയുള്ളവര് ശിവനെ പ്രാർത്ഥിക്കണം. ചൊവ്വാദശയുള്ളവര് മുരുകനെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കണം. രാഹുദശയുള്ളവര് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കണം. കേതുർദശയുള്ളവര് ഗണപതിയെയും ഭഗവതിയെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, കേതുർദശയുള്ളവര്. പിന്നെ ചന്ദ്രദശയുള്ളവര് ദുർഗാദേവിയെ പ്രാർത്ഥിക്കണം. ശുക്രദശയുള്ളവര് ഗണപതിയെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ശുക്രദശയുള്ളവര്. അപ്പോ ഈ ദൈവങ്ങളെ, അതായത് ഓരോ ദശയുള്ളവരും ഓരോ ദശനാഥന്മാരുടെ ദേവന്മാരെ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇനി ഞാൻ നമ്പറിലേക്ക് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോവുകയല്ല, അതുകൊണ്ട് നമ്പറിലേക്ക് കടക്കാം. അപ്പൊ ഈ ആഴ്ചയിലെ ഗ്രഹനില അനുസരിച്ചുള്ള നമ്പറാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അതായത് വേഴത്തെ കൊണ്ടും ശുക്രനെ കൊണ്ടും അതുപോലെ തന്നെ രാഹുവിനെ കൊണ്ടും പിന്നെ ശനിയെ കൊണ്ടും പിന്നെ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടുമൊക്കെയുള്ള ഓരോ ഗ്രഹങ്ങളുടെ നമ്പർ അനുസരിച്ച് ഈ ആഴ്ചയിലെ അവരുടെ നിൽപ്പനുസരിച്ച് ഓരോ രാശിയിലും അവർ നിൽക്കുന്ന രാശിയുടെ നമ്പർ അനുസരിച്ചുള്ള ഒരു കണക്കുകൂട്ടലൂടെയാണ് ഞാനിതിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒറ്റക്ക നമ്പർ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റക്ക നമ്പർ ഓരോ നക്ഷത്രക്കാരുടെയും നമ്പറാണ് കേട്ടോ. ഇത് പറയുന്നത് ഈ ആഴ്ചയിലെ ഭാഗ്യം കിട്ടുന്ന ഒറ്റക്ക നമ്പർ 3, 6, 1, 4, 7, 8. ഞാനൊന്നും കൂടി പറയാം. 3, 6, 1, 4, 7, 8. ഇത് അവസാനം വരുന്ന നമ്പറായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒറ്റക്ക നമ്പർ അവസാനം വരുന്ന നമ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന ചില ആൾക്കാരുണ്ട്, അത് എടുക്കാം. ഇനി രണ്ടക്ക നമ്പർ നോക്കാം. ഈ ആഴ്ചയിലെ രണ്ടക്ക ഭാഗ്യ നമ്പറാണ് പറയുന്നത്. 38, 61, 36, 14, 78, 81, 47. ഞാനൊന്നും കൂടി പറയാം. 38, 61, 36, 14, 78, 81, 47. ഇനി ഇത് ഈ രണ്ടക്ക നമ്പർ അവസാനം ടിക്കറ്റിന്റെ അവസാനത്തെ നമ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ, അത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടെടുക്കാം, അവസാനത്തെ രണ്ടക്ക നമ്പറായിട്ട്. ഇനി അവസാനത്തെ 3 അക്ക നമ്പറായിട്ട് വരുന്ന ഭാഗ്യ നമ്പർ ഞാൻ പറയാം. 391, 781, 167, 218, 632, 446, 414. ഞാൻ ഒന്നും കൂടി ഈ 3 അക്ക നമ്പർ പറയാം. 391, 781, 167, 218, 632, 446, 414. ഇത് അവസാനത്തെ 3 അക്ക നമ്പറായിട്ട് കണ്ട് ലോട്ടറി എടുക്കാം. ഇനി ഈ ആഴ്ചയിലെ 4 അക്ക ഭാഗ്യ നമ്പറാണ് പറയുന്നത്. പലർക്കും ആവശ്യം 4 അക്ക നമ്പറാണ്. അപ്പൊ 4 അക്ക നമ്പറാണ് ഞാൻ ഈ പറയുന്നത്. 83, 52, 96, 54, 84, 15, 16, 32, 76, 53, 68, 49, 19, 62, 61, 67, 74, 83, 18, 34. ഞാൻ ഒന്നും കൂടി ഈ നമ്പർ പറയാം. 4 അക്ക നമ്പർ
അതായത് ലോട്ടറി ടിക്കറ്റിന്റെ അവസാനം വരുന്ന 4 അക്ക നമ്പർ ഇത് തിരഞ്ഞെടുക്കുക. 83 52 96 54 84 15 16 32 76 53 68 49 19 62 61 67 74 83 18 34. ഇതൊക്കെ ഇത് 4 അക്ക നമ്പറാണ്. ഞാൻ ഈ നമ്പർ പറയുന്നത് പലർക്കും ഉപകാരത്തിൽ വരുന്നുണ്ട്. പിന്നെ അത് കിട്ടാത്തവര് എന്നെ ഇത് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ ജാതകത്തിൽ ആ സമയമൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവർ അടിക്കാതെ പോകുന്നത്. ഒട്ടുമിക്ക പേർക്കും ഞാൻ പറയുന്ന നമ്പറിൽ ലോട്ടറി അടിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ വിഷയം ഞാൻ ഇനി അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.